ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 28-ാമത്തെ അധ്യായം, അതിൻ്റെ സംഗ്രഹം. ഇതിൽ പുരഞ്ജനൻ്റെ ആ സ്ത്രീത്വപ്രാപ്തിയാണ് പറയണത്. നാരദ മഹർഷി പറയുന്നു, പ്രാചീന ബർഹിസേ, യവന രാജാവായ അഭയൻ വലിയ സൈന്യത്തോടും പ്രജ്വാരനോടും കാലകന്യകയോടും ഒന്നിച്ച് ആ ഭൂമിയിൽ സഞ്ചരിച്ചു വന്നു. അദ്ദേഹം ഒരു ദിവസം ആ പുരഞ്ജനൻ്റെ കൊട്ടാരത്തെ ആക്രമിച്ചു. ആ കൊട്ടാരം പ്രാപഞ്ചിക സുഖങ്ങളെല്ലാം തികഞ്ഞവയതായിരുന്നു. പക്ഷേ അതിനെ രക്ഷിച്ചിരുന്ന സർപ്പം അപ്പോഴേക്കും വൃദ്ധനായി കഴിഞ്ഞിരിക്കുന്നു. കാലകന്യകയും പുരഞ്ജനൻ്റെ കൊട്ടാരത്തിൽ ബലാൽ പ്രവേശിച്ച് സുഖങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. കാലകന്യക ബാധിച്ചു കഴിഞ്ഞാൽ പുരുഷൻ നിസ്സാരനായിത്തീരും. ആ കൊട്ടാരത്തെ യവന സൈന്യം എല്ലാ ഗോപുരത്തിലൂടെയും അകത്ത് പ്രവേശിച്ച് തകർക്കാൻ ആരംഭിച്ചു. യവന സൈന്യം ആക്രമിച്ചു കൊണ്ടിരിക്കെ അതിൽ എൻ്റേതെന്ന് അഭിമാനിച്ചിരുന്ന പുരഞ്ജനൻ പലവിധ കഷ്ടപ്പാടുകളും അനുഭവിക്കാൻ തുടങ്ങി. കാലകന്യക വരിച്ചതോടെ ഓർമ്മ നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം മുഴുവൻ ഗന്ധർവന്മാരും യവന സൈന്യങ്ങളും അപഹരിച്ചു. പുത്രന്മാർ, പൗത്രന്മാർ, മന്ത്രിമാർ, അനുചരന്മാർ ഇവരാരും അദ്ദേഹത്തെ ആദരിക്കാതെ ആയി. ഭാര്യയ്ക്കും സ്നേഹമില്ലാതായി. കാലകന്യക കയറിപ്പിടികൂടിയ തന്നെയും ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട പാഞ്ചാല രാജ്യത്തെയും കണ്ട് ആ പുരഞ്ജനൻ അവസാനം ഇല്ലാത്ത ചിന്തയിൽ മുഴുകി. ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയും കണ്ടില്ല. കാലകന്യകയുടെ ബാധ നിമിത്തം വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ ശക്തിയില്ലാതായി. എങ്കിലും ആ വിഷയങ്ങളെ തന്നെ ആഗ്രഹിച്ചു കൊണ്ടും പുണ്യകർമ്മങ്ങളൊന്നും ചെയ്യാതെയും ജീവിച്ചതിനാൽ പരലോകഗതിയും ഈ ലോകത്തിലെ ആ ഭാര്യാപുത്രന്മാരുടെ സ്നേഹവും നഷ്ടപ്പെട്ടവനായി പുരഞ്ജനൻ വല്ലാതെ ദുഃഖിച്ചു. ഗന്ധർവന്മാരും യവനന്മാരും ആക്രമിച്ച് കീഴടക്കിയതും കാലകന്യക താറുമാറാക്കിയതും ആയിരിക്കുന്ന ആ കൊട്ടാരം വിട്ടുപോകാൻ തന്നെ ആ പുരഞ്ജനൻ ഒരുങ്ങി. ഉപേക്ഷിക്കാൻ ഇഷ്ടമുണ്ടായിട്ട് അല്ല, ഉപേക്ഷിക്കാതെ നിവൃത്തി ഇല്ലാതെ വന്നതുകൊണ്ടാണ്. യവന രാജാവായിരിക്കുന്ന ഭയൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന പ്രജ്വാരൻ അനുജന് പ്രിയം ചെയ്യാനായിട്ട് പുരഞ്ജനൻ്റെ കൊട്ടാരത്തിന് തീവച്ചു. കൊട്ടാരം കത്തിക്കൊണ്ടിരിക്കെ പുരവാസികളോടും ഭൃത്യാമാത്യന്മാരോടും പുത്രപൗത്രാദികളോടും പത്നിയോടും കൂടിയ ആ പുരഞ്ജനൻ വല്ലാതെ ദുഃഖിച്ചു. കാലകന്യക കൊട്ടാരം വിഴുങ്ങിക്കൊണ്ടിരിക്കെ യവന്മാർ 4 ഭാഗത്തും വളഞ്ഞു നിൽക്കെ പ്രജ്വാരൻ കൊട്ടാരത്തിന് തീവച്ചിരിക്കെ കൊട്ടാരത്തിൻ്റെ രക്ഷകനായ പ്രജാകരൻ എന്ന സർപ്പം വല്ലാതെ വിവശനായി തീർന്നു. വേദനയാൽ വിറയ്ക്കുന്ന ആ ശരീരത്തോടു കൂടിയ ആ സർപ്പത്തിന് കൊട്ടാരത്തെ തുടർന്ന് രക്ഷിക്കാനുള്ള കഴിവില്ലാതായി. അതിനാൽ ആ സർപ്പം കൊട്ടാരത്തെ ഉപേക്ഷിച്ച് പോകാൻ നിശ്ചയിച്ചു. പുരഞ്ജനൻ്റെ അവയവങ്ങളെല്ലാം തകർന്നു. ഗന്ധർവന്മാരുടെ ആക്രമണത്താൽ പൗരുഷം മുഴുവൻ നഷ്ടപ്പെട്ടു. യവനന്മാർ രാജധാനിയെ വളഞ്ഞിരിക്കുന്നു. വിവശനായിരിക്കുന്ന പുരഞ്ജനൻ കരയാൻ തുടങ്ങി. പുത്രന്മാർ, പൗത്രന്മാർ, പുത്രഭാര്യമാർ, പുത്രിമാരുടെ ഭർത്താക്കന്മാർ, സേവകന്മാർ, ഗൃഹം, ധനം, മറ്റു ഉപകരണങ്ങൾ ഇങ്ങനെ പലതിനെയും തൻ്റേതെന്ന് വിചാരിച്ച് അഭിമാനിച്ച് ബുദ്ധി ദുഷിച്ചവനും ഗൃഹസ്ഥനുമായ പുരഞ്ജനൻ എല്ലാത്തെയും വിട്ടുപോകേണ്ടി വന്ന സന്ദർഭത്തിൽ പരവശനായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ മരിച്ചുപോയാൽ എൻ്റെ ഭാര്യ അനാഥയായിരിക്കില്ലേ? കുട്ടികളെപ്പറ്റി ദുഃഖിക്കുന്ന അവൾ ഞാനില്ലാതെ എങ്ങനെ ജീവിക്കും? എൻ്റെ പ്രിയതമ ഞാനുണ്ടെങ്കിൽ ഉണ്ണില്ല, ഞാൻ കുളിച്ചില്ലെങ്കിൽ കുളിക്കില്ല, ഞാൻ കോപിച്ചാൽ ഭയപ്പെട്ടു വിറയ്ക്കും, ഞാൻ ദേഷ്യപ്പെട്ടാൽ ഭയഭീതയായി മിണ്ടാതെ നിൽക്കും. ചിലപ്പോൾ എനിക്ക് വിവേകം നഷ്ടപ്പെടാറുണ്ട്. ആ സന്ദർഭത്തിൽ തക്ക ഉപദേശം തന്ന് അവൾ എന്നെ ബോധവാനാക്കാറുണ്ട്. ഞാൻ അന്യരാജ്യത്തേക്ക് പോയാൽ അവൾ ദുഃഖിതയായിട്ട് തീരും. ഞാൻ ഈ കൊട്ടാരം വിട്ടുപോയാൽ എൻ്റെ പുത്രിമാരും പുത്രന്മാരും ഭാര്യയും തകർന്ന കപ്പലിലെ സമുദ്ര യാത്രക്കാരെ പോലെ പിന്നെ എങ്ങനെ ജീവിക്കും? എൻ്റെ ഭാര്യ വിരഹദുഃഖം താങ്ങാൻ കഴിവില്ലാത്തവളായിട്ട് വീട്ടുജോലികൾ പോലും ചെയ്യാൻ അസമർത്ഥയായിട്ട് വിഷമിക്കില്ലേ? ഇങ്ങനെ ദുഃഖിക്കുന്നവനും വാസ്തവത്തിൽ ദുഃഖത്തിന് അർഹനല്ലാത്തവനും ആയിരിക്കുന്ന പുരഞ്ജനനെ പിടികൂടാനായിട്ട് ഭയൻ എന്ന യവന രാജാവ് വന്നു ചേർന്നു. ഒരു മൃഗത്തെ എന്ന പോലെ പുരഞ്ജനനെ പിടിച്ചുകെട്ടി യവനന്മാർ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി. അനുചരന്മാരും ദുഃഖിതരായി അദ്ദേഹത്തെ അനുഗമിച്ചു. കൊട്ടാരം തകർന്നു വീഴുന്നത് കണ്ട ആ പ്രജാകരൻ എന്ന സർപ്പം പുറത്തേക്ക് വേഗം ഇഴഞ്ഞുപോയി. യവന രാജാവ് ബലമായി വലിച്ചു കൊണ്ടുപോകുമ്പോഴും പുരഞ്ജനൻ തൻ്റെ സ്നേഹിതനെ ഓർത്തില്ല. യവന സൈന്യങ്ങൾ പുരഞ്ജനനെ യവന രാജ്യത്തേക്ക്
കൊണ്ടുപോകുന്ന വഴിക്ക് അദ്ദേഹം പണ്ട് യാഗത്തിൽ കൊന്ന മൃഗങ്ങൾ സ്വരൂപം സ്വീകരിച്ചു വന്ന് കോടാലി പോലെ മൂർച്ചയേറിയ കൊമ്പുകളെ കൊണ്ട് അദ്ദേഹത്തെ കുത്തിപ്പിളർന്നു. കാണാൻ കഴിയാത്ത അന്ധകാരത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ടും യാതനകൾ അനുഭവിച്ചുകൊണ്ടും വല്ലാതെ കഷ്ടപ്പെട്ടു. ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് ആ പുരഞ്ജനിയോടുള്ള കൂട്ടുകെട്ടുകൊണ്ടാണ്. ഇങ്ങനെ ആ യവനലോകത്തിൽ വളരെ കാലം പലവിധ ശിക്ഷകളും അനുഭവിച്ച് കഴിയേണ്ടി വന്നു. പിന്നീട് പുരഞ്ജനൻ മരിച്ചു. സദാസമയവും സ്ത്രീയെ തന്നെ ചിന്തിച്ച് ജീവിച്ചതിൻ്റെ ഫലമായിട്ട് അടുത്ത ജന്മത്തിൽ വിദർഭ രാജാവിൻ്റെ മകളായി ജനിച്ചു. അവൾ യൗവനയുക്തയായി തീർന്ന സമയത്ത് അച്ഛൻ സ്വയംവരം നിശ്ചയിച്ചു. സ്വയംവരത്തിന് വന്ന രാജാക്കന്മാരെയെല്ലാം ജയിച്ച് മലയധ്വജൻ എന്ന പാണ്ഡ്യരാജാവ് വിദർഭ രാജകുമാരിയെ അപഹരിച്ചു കൊണ്ടുപോയി വിവാഹം കഴിച്ചു. പാണ്ഡ്യമഹാരാജാവിന് വിദർഭ രാജകുമാരിയിൽ അസിതേഷണ എന്നൊരു പുത്രി ഉണ്ടായി. പിന്നീട് 7 പുത്രന്മാരും ജനിച്ചു. ഈ 7 പേർ ദ്രാവിഡ ദേശത്തെ രാജാക്കന്മാരായി തീർന്നു. അവരുടെ പുത്രപൗത്ര പരമ്പര വർദ്ധിച്ചു വന്നു. ഈ മന്വന്തരം മുഴുവൻ ആ വംശത്തിലെ രാജാക്കന്മാരാണ് രാജ്യം ഭരിച്ചത്. മലയധ്വജൻ്റെ മകൾ അസിതേഷണ വ്രതനിഷ്ഠയോടുകൂടിയവളായിരുന്നു. അവളെ അഗസ്ത്യ മഹർഷി വിവാഹം ചെയ്തു. അദ്ദേഹത്തിന് അവളിൽ ദൃഢച്യുതൻ എന്ന പുത്രനുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഇധുമവാഹൻ. രാജർഷിയായ മലയധ്വജൻ രാജ്യത്തെ 7ആയി വിഭജിച്ചു. തൻ്റെ 7 പുത്രന്മാർക്കും ഏൽപ്പിച്ചു കൊടുത്ത് തപസ്സു ചെയ്യാനായിട്ട് മലയപർവ്വതത്തിലേക്ക് പോയി. പുത്രന്മാരെയും കൊട്ടാരത്തെയും ഉപേക്ഷിച്ച് സുന്ദരിയായ വിദർഭ രാജകുമാരി ഭർതൃശുശ്രൂഷയ്ക്കായിട്ട് മലയധ്വജനെ വനത്തിലേക്ക് അനുഗമിച്ചു. ആ മലയപർവ്വതത്തിൽ ചന്ദ്രവശ, താമ്രപർണി, വടോദക എന്നിങ്ങനെ 3 പുണ്യനദികളുണ്ട്. ആ 3 നദികളിലും സ്നാനം ചെയ്ത് കിഴങ്ങുകൾ, ധാന്യങ്ങൾ, പഴങ്ങൾ, പൂക്കൾ, ഇലകൾ, വെള്ളം ഇവയെ മാത്രം ആഹരിക്കുന്നവനായി മലയധ്വജൻ ശരീരത്തെ കൃശമാക്കി തീർക്കുന്ന തീവ്ര തപസ് ചെയ്തു. തണുപ്പ്, ചൂട്, മഴ, കാറ്റ് എന്നീ പ്രകൃതിധർമ്മങ്ങളെ ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിച്ചു. വിശപ്പ്, ദാഹം, സുഖം, ദുഃഖം, പ്രിയം, അപ്രിയം എന്നീ ഭാവങ്ങൾക്കും അദ്ദേഹം അതീതനായിത്തീർന്നു. എല്ലാ ആഭരണങ്ങളെയും സ്വർണമെന്ന പോലെ എല്ലാ ജീവജാലങ്ങളെയും ആത്മസ്വരൂപേണ കാണാൻ തുടങ്ങി. തപസ്സുകൊണ്ടും ഉപാസന കൊണ്ടും മനസ്സിലെ ആഗ്രഹങ്ങളും കർമ്മവാസനകളും നിശേഷം നശിച്ചു. യമനിയമങ്ങളാൽ ഇന്ദ്രിയങ്ങളെയും പ്രാണായാമത്താൽ പ്രാണനെയും അടക്കി. അദ്ദേഹം താനായ ജീവനെ പരമാത്മാവിൽ ദൃഢമായി ഉറപ്പിച്ചു. 100 സംവത്സരക്കാലം സമാധിയിൽ നിശ്ചലനായി ഉറച്ചിരുന്നു. ഭഗവാൻ വാസുദേവനിൽ ഭക്തിഭാവം അനുനിമിഷം വളർന്നു വന്നിരുന്നതിനാൽ മറ്റൊന്നും അദ്ദേഹം അറിഞ്ഞതേയില്ല. നിർമ്മല വിജ്ഞാനത്താൽ അന്ധകരണവൃത്തികളെ പ്രവേശിപ്പിക്കുന്ന ആത്മാവാണ് താനെന്ന് അറിയാൻ കഴിഞ്ഞു. സ്വപ്നാവസ്ഥയിൽ സ്വപ്നപദാർത്ഥങ്ങളിൽ വ്യാപിച്ചവനായും എന്നാൽ സ്വപ്നാനുഭവങ്ങൾക്ക് അതീതനായും തന്നെ കാണാറില്ലേ? അതുപോലെ ആ ദൃശ്യപ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചവനായും എന്നാൽ പ്രപഞ്ചത്തോട് ബന്ധപ്പെടാത്തവനായും ആത്മസ്വരൂപത്തെ ബോധിച്ച് ആത്മാവിൽ നിന്ന് അന്യങ്ങളായിരിക്കുന്ന സകല ചിന്തകളിൽ നിന്നും വിരമിച്ചു. പരബ്രഹ്മത്തിൽ തന്നെയും തന്നിൽ പരബ്രഹ്മത്തെയും ബോധിച്ച മലയധ്വജൻ താൻ ബ്രഹ്മമാണെന്ന ബോധമാകുന്ന ആ ജ്ഞാനത്തെയും ഉപേക്ഷിച്ച് ദ്രഷ്ടാവ്, ദൃശ്യം, ദർശനം എന്ന ആ ത്രിപുടി പോലും അകന്ന അദ്ദേഹം പരബ്രഹ്മതത്വത്തിൽ ലയിച്ച് മുക്തനായിത്തീർന്നു. പരമധർമ്മജ്ഞനായിരിക്കുന്ന ഭർത്താവിനെ ഈശ്വരതുല്യം മാനിക്കുന്ന വിദർഭ രാജകുമാരി തൻ്റെ സുഖസൗകര്യങ്ങളെ നിശേഷം അവഗണിച്ച് തപസ്വിയായിരിക്കുന്ന അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു വന്നു. മരവുരി ഉടുത്തവളും ഉപവാസത്താൽ മെലിഞ്ഞവളും ജടപിടിച്ച മുടിയോട് കൂടിയവളുമായി ആ പതിവ്രത കനലായിത്തീർന്ന അഗ്നി എന്ന പോലെ ഭർത്താവിനരികിൽ ശോഭിച്ചു. രാജാവ് ശരീരം ഉപേക്ഷിച്ച വിവരമറിയാതെ യോഗാസനത്തിൽ ഇരുന്നിരുന്ന അദ്ദേഹത്തെ മുൻപത്തെ പോലെ ശുശ്രൂഷിച്ചു വന്നു. ഭർത്താവിൻ്റെ പാദങ്ങളെ സ്പർശിച്ചപ്പോൾ അവയിൽ ചൂടില്ലാത്തതായി കണ്ടു. അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു എന്ന് മനസ്സിലായി. അതോടെ ആ സാധു സ്ത്രീ കൂട്ടം തെറ്റി കാട്ടിൽ ഒറ്റപ്പെട്ട മാൻപേട പോലെയായിത്തീർന്നു. അനാഥയായിത്തീർന്ന ആ സ്ത്രീരത്നം കണ്ണീർ വാർത്തുകൊണ്ട് ദയനീയമായി കരഞ്ഞു. രാജാവെ, എഴുന്നേൽക്കൂ, സമുദ്രം വരെ വ്യാപിച്ച ആ ഭൂമിയെ കള്ളന്മാരിൽ നിന്നും ദുഷ്ടരാജാക്കന്മാരിൽ നിന്നും രക്ഷിക്കൂ എന്ന് ഗൽഗതത്തോടെ പറഞ്ഞു. ഭർത്താവിൻ്റെ കാൽക്കൽ വീണ് കണ്ണീർ പൊഴിച്ചു. വിറകു കൊണ്ടുവന്ന് വലിയൊരു ചിത ഒരുക്കി കരഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ ശരീരത്തെ അതിലെടുത്തു വെച്ച ശേഷം അഗ്നിയിൽ ചാടി മരിക്കാൻ നിശ്ചയിച്ചു. പുരഞ്ജനന് ഒരു സ്നേഹിതനുണ്ടെന്ന് പറഞ്ഞിരുന്നുവല്ലോ. അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ വന്ന് കരയുന്ന രാജ്ഞിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ സാധുസ്ത്രീ, ഭവതി ആരാണ്?
ആരുടെ മകളാണ്? നീ ആരെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത്? ആ മലയധ്വജൻ എന്ന രാജാവ് നിൻ്റെ ആരാണ്? ആദ്യകാലത്ത് ആരോടൊന്നിച്ച് വളരെക്കാലം സുഖമായി കഴിഞ്ഞിരുന്നുവോ? ആ സുഹൃത്തായ എന്നെ നീ ഓർമ്മിക്കുന്നുണ്ടോ? എന്നെ ഉപേക്ഷിച്ച് ആണല്ലോ നീ ഭൂമിയിലെ സുഖഭോഗങ്ങൾ അനുഭവിക്കാനായിട്ട് അതിനു പറ്റിയ സ്ഥാനത്ത് അന്വേഷിച്ചു പോയത്. നമ്മൾ രണ്ടുപേരും മാനസ സരസിലെ രണ്ടു ഹംസങ്ങളാണ്. ആയിരക്കണക്കിന് സംവത്സരങ്ങൾ നമ്മൾ പിരിയാത്ത കൂട്ടുകാരായി പ്രത്യേകം വാസസ്ഥാനമൊന്നുമില്ലാതെ ജീവിച്ചു വന്നു. ആ കാലത്ത് നീ ശാരീരിക സുഖങ്ങളിൽ ആസക്തനായി എന്നെ ഉപേക്ഷിച്ചു ഭൂമിയിലേക്ക് വന്നു. അങ്ങുമിങ്ങും ചുറ്റിത്തിരിഞ്ഞ് അവസാനം ഏതോ ഒരു സ്ത്രീ നിർമ്മിച്ച ഒരു കൊട്ടാരം കണ്ടെത്തി. 5 പൂന്തോട്ടങ്ങളോടും 9 ഗോപുരങ്ങളോടും ഒരു കാവൽക്കാരനോടും കൂടിയതും 3 ചുറ്റുമതിലുകൾ ഉള്ളതും 6 തരം കച്ചവട സംഘം താമസിക്കുന്നതും ആയിരുന്നു ആ കൊട്ടാരം. 5 അങ്ങാടിത്തെരുവുകളുള്ളതും 5 വിധ പ്രാകൃതിക ഉപാദാന വസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ടതും ആയിരുന്നു ആ രാജധാനി. അവിടെ ആ സ്ത്രീനായകത്വം ആയിരുന്നു. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാണ് പൂന്തോട്ടങ്ങൾ. 9 ഇന്ദ്രിയങ്ങളാണ് ഗോപുരങ്ങൾ. അഗ്നി, ജലം, ഭൂമി എന്നിവയാണ് ചുറ്റുമതിലുകൾ. കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സുമാണ് 6 വിധം കച്ചവട സംഘങ്ങൾ. വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളാണ് 5 അങ്ങാടിത്തെരുവുകൾ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളാണ് 5 വിധത്തിലുള്ള പ്രാകൃതിക ഉപാദാന വസ്തുക്കൾ. സ്ത്രീ നായകത്വത്തോടു കൂടിയത് എന്നാൽ ബുദ്ധിക്ക് അധീനമായത് എന്നർത്ഥം. ആ ബുദ്ധിക്ക് അടിമപ്പെട്ടുകൊണ്ട് ആ കൊട്ടാരത്തിൽ ആ ശരീരത്തിൽ പ്രവേശിച്ച ജീവൻ തൻ്റെ ആ വാസ്തവ സ്വരൂപത്തെ, താൻ ആത്മാവാണെന്ന പരമാർത്ഥത്തെ മറക്കുന്നു. നീ ആ കൊട്ടാരത്തിൽ അതിൻ്റെ സ്വാമിനിയാൽ കീഴടക്കപ്പെട്ടവനായി അവളോടൊന്നിച്ച് സുഖിച്ചുകൊണ്ട് ആത്മസ്വരൂപത്തെ മറന്നു. അവളോടുള്ള ദുസ്സംഗത്താൽ ഈ ദയനീയമായ അവസ്ഥയിൽ എത്തിച്ചേർന്നു. നീ വിദർഭ രാജകുമാരിയല്ല, മലയധ്വജൻ്റെ ഭാര്യയുമല്ല. 9 ഗോപുരങ്ങളോട് കൂടിയ കൊട്ടാരത്തിൽ ആ പുരഞ്ജനിയാൽ തടവുകാരനാക്കപ്പെട്ട പുരഞ്ജനനും അല്ല. ഞാൻ സൃഷ്ടിച്ച മായ കൊണ്ടാണ് സ്ത്രീ പുരുഷൻ എന്ന തോന്നലുകൾ ഉണ്ടാവുന്നത്. നീ പുരുഷനുമായിട്ടില്ല, സ്ത്രീയും ആയിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഹംസങ്ങളാണ്. നമ്മുടെ ആ വാസ്തവാവസ്ഥയെ നോക്കൂ. ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ. ജ്ഞാനികൾ നമ്മൾ തമ്മിൽ അല്പം പോലും ഭേദത്തെ കാണുന്നില്ല. ഒരാൾ സ്വന്തം ശരീരത്തെ കണ്ണാടിയിൽ കാണുമ്പോൾ നോക്കുന്നവനും കാണപ്പെടുന്നവനും എങ്ങനെ ഒന്നാണോ അതുപോലെ നമ്മൾ രണ്ടുപേർ തമ്മിലും ലേശം പോലും വ്യത്യാസമില്ല. ഇപ്രകാരം മാനസ സരസിലെ ഹംസമാകുന്ന ജീവൻ മറ്റേ ഹംസത്താൽ ഈശ്വരനാൽ ഉപദേശിക്കപ്പെട്ടതോടെ സ്വരൂപാനന്ദത്തിൽ സ്ഥിതനായിത്തീർന്നു. തൻ്റെ സ്നേഹിതനെ വിട്ടുപോകുന്നതിനാൽ നഷ്ടപ്പെട്ട ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ജ്ഞാനത്തെ വീണ്ടും നേടുകയും ചെയ്തു. ഇങ്ങനെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം നാരദ മഹർഷി പ്രാചീന ബർഹിസിനോട് വീണ്ടും പറഞ്ഞു: പ്രാചീന ബർഹിസെ, ആത്മതത്വപരമായിരിക്കുന്ന ഈ കഥ പരോക്ഷമാണ്. ചിന്തിച്ചാൽ മാത്രം അറിയാൻ കഴിയുന്ന തത്വപ്രതിപാദകം ആണ് ഇത്. ജഗത്തിൻ്റെ പാലകനായിരിക്കുന്ന ഭഗവാന് പരോക്ഷ രൂപത്തിലുള്ള കഥാകഥനം ഇഷ്ടമാണ്. അതാണ് ഞാൻ തത്വങ്ങളെ കഥാസ്വരൂപേണ പറഞ്ഞു തന്നത്. ശ്രീഹരേ.